ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്ന ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രൂമിങ്ങിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്ന ഒരുപാട് പേരാണ്. അതിൽ തന്നെ റീസെൻ്റ്ലി ഈ വൈറ്റനിങ് ക്രീം റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സിയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ വീഡിയോൻ്റെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഷാജീൻ്റെ വൈറ്റനിങ് ഫേസ് ക്രീമും വേറൊന്ന് റിയാസ് സലീം ചെയ്തൊരു പ്രമോഷൻ. ഇത് രണ്ടുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കോണ്ടൻ്റായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒന്ന് ഷാജി, ഞാൻ അവരുടെ ഫാമിലി മാറ്റർ അല്ലെങ്കിൽ അവരുടെ ബാക്കി കോണ്ടൻറ്റുകളിലേക്കൊന്നും പോകുന്നില്ല. ബിക്കോസ് ലൈഫിൽ ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞ് ആ ഒരു ടെംപ്ലേറ്റിൽ പോകുന്നൊരു ലേഡിയായിട്ടാണ് എനിക്ക് അവരെ തോന്നിയിട്ടുള്ളത്. അവരവരുടെ ഈ ലൈഫിൽ നടക്കുന്ന അവർ കുട്ടികൾ ഏത് രീതിക്കും എന്ത് ഗിമിക്ക് കാണിച്ചിട്ടും ഏത് രീതിയിലെ കോണ്ടൻറ്റ് ഇട്ടിട്ടും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവരുടെ ഒരു പാറ്റേൺ. അതിൽ നിന്ന് വരുന്ന വരായികകൾ, കോംപ്ലിക്കേഷൻസ്, കോൺട്രവേഴ്സീസ് ഒക്കെ അവർ ഹാൻഡിൽ ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന വിസിബിലിറ്റി അവർ അരിയാക്കുക. ഓക്കെ, അവരെ ആ ഒരു കോൺട്രവേഴ്സി വിറ്റിട്ട് എന്നെപ്പോലുള്ളവർ വേറെ അരികൾ, പിന്നെ അരിയും തമ്മിൽ ക്ലാഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ തെറിവിളിയും പ്രശ്നങ്ങളും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ അവർ ചെയ്ത ഒരു വൈറ്റനിങ് ക്രീമിൻ്റെ സ്കീം ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇവരുടെ പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, വൈറ്റനിങ് ക്രീമിന് പേജൊക്കെ ഉണ്ട്. ആസ് യൂഷ്വൽ ആ പേജിനകത്ത് അറേബ്യൻ ബ്യൂട്ടി ക്രീം 11 days ചാലഞ്ച്, നോ സൈഡ് എഫക്ട്സ്, ബെസ്റ്റ് ഫോർ പിമ്പിൾസ്, സ്കാർസ് ആൻഡ് ഡാർക്ക് സ്പോട്ട്സ് എന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഫൈൻ. അപ്പോൾ ഈ വൈറ്റനിങ് ക്രീമിൻ്റെ പേര് മോക്സി വൈറ്റ് ഫേസ് ക്രീം. ഓക്കെ, എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിനൊരു ഇൻഡയറക്റ്റ് പ്രൊമോഷൻ പോലെ തന്നെയാണ് ഈ സാധനം പോകുമെന്ന് എനിക്കറിയാം. ആക്ച്വലി ഇവരിത് പ്രൊമോട്ട് ചെയ്യാൻ വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. എല്ലാവരെയും പോലെ തന്നെ നല്ല വെളുത്ത ഫിൽറ്ററൊക്കെ ഇട്ട് വരും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഈ വെളുപ്പും കാര്യങ്ങളും ഇല്ലാത്ത രീതിയിൽ നോർമലി എങ്ങനെയാണ് ഒരു ഡസ്കി സ്കിന്നുള്ളത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇവരെ പോലുള്ള ആളുകൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ, ഇപ്പോൾ ഷാജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വളരെയധികം നെഗറ്റീവായിട്ട് നിൽക്കുന്നൊരു യൂട്യൂബ് ക്യാരക്ടറാണ്. അപ്പോൾ ഇവർക്ക് വരുന്ന ട്രാക്ഷൻ ഇവർ ഈ ബിസിനസ്സിലേക്ക് തിരിച്ചു വിടും. അതുതന്നെയാണ് ഇവിടെ ഫേസ് വൈറ്റനിങ് ക്രീമിൻ്റെ കാര്യത്തിൽ അന്ന് ഡിസ്കഷൻ ഉണ്ടായ സമയത്തൊക്കെ ഇത് കിഡ്നി പോവും, പ്രശ്നമാവും എന്നൊക്കെയുള്ള ഡിസ്കഷൻസ് വന്ന് ഒരുപാട് പേര് ഇത് ചെയ്ത ആൾക്കാർ പിന്നെ വന്നിട്ട് അവർ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട സമയത്തും സെയിം ആണ് ഉണ്ടായത്. ഇതിൻ്റെ ബിസിനസ് നടക്കുന്നവർക്ക് ഇത് ഭയങ്കര ബിസിനസ് കൂടി. കാരണം മനുഷ്യൻ്റെ അകത്തുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ, അയ്യോ കറുപ്പ്, ഹായ് വെളുപ്പ്, ഈ സാധനം ഭയങ്കരമായിട്ട് ആളുകളുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഇനി ഷാജി വിറ്റാലും വേറെ ആര് വിറ്റാലും സംഗതി വെളുത്താൽ മതി നമുക്ക് എന്നുള്ള മൈൻഡുള്ള ആൾക്കാർ ഇത് കൂടുതലായിട്ട് എന്ത് ചെയ്യും, വാങ്ങി ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഷാജി ഒരു സൈഡിൽ കൂടി ഇതിൻ്റെ പ്രൊമോഷൻ സാധനങ്ങളൊക്കെ ആയിട്ട് പോയി. അതിൽ ഈ റിയാക്ഷൻ വീഡിയോസ് അല്ലെങ്കിൽ ഷാജി ഈ ഒരു സാധനം ചെയ്തപ്പോൾ ഒരുപാട് പേര് അതിന് ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ അവരിട്ടൊരു വീഡിയോ ഉണ്ട് തിരിച്ച്. എന്താണ് മക്കളെ, സുഖമല്ലേ മക്കളെ? നമ്മുടെ ക്രീമിനായിട്ട് കുറച്ച് നെഗറ്റീവ്സ് വരുന്നുണ്ട്. അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ ഉപ്പമാരുണ്ടാക്കണം പോലെയാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ക്രീമിൻ്റെ ബിസിനസ് കിണ്ടി കൊണ്ട് ഞാൻ വിൽക്കണ പോലെയാണ് ഓരോരുത്തരുടെ വർത്താനം. അതിലൊക്കെ പാർട്ട്നേഴ്സ് ഉണ്ടോ, അതൊക്കെ ആൾക്കാരുണ്ടോ, അതിൽ ലൈസൻസ് ഉണ്ടോ, എല്ലാ പണ്ടാറും ഉണ്ടോ. അല്ലാണ്ട് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കുമോ? അത് എൻ്റെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാമിൽ ഇത്രയും റീച്ചായി കിടക്കുന്ന ചാനലിൽ ഒരു ക്രീമിൻ്റെ സംഭവം കൊണ്ടുവരാൻ പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഷാജി ചെയ്തിട്ടേ കൊണ്ടുവരുമോ? ഓക്കെ, ഇത്രയും തെളിവെടുത്തിട്ട് നിങ്ങൾക്ക് സാധനം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ, ഒരു ക്രീമിൻ്റെ ബിസിനസ് ചെയ്യുമ്പോൾ ഷാജി അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തിട്ടേ തുടങ്ങൂ. ഓക്കെ, അതിൽ കുറേ നെഗറ്റീവ് ഓരോ പെണ്ണുങ്ങളുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവളുമാരിക്കൊന്നും വീട്ടിൽ പണിയില്ലടി, നിങ്ങൾക്കൊന്നും പണിയില്ലടി. വെറുതെ അല്ലടി നിങ്ങളുടെ കെട്ടിയമാര് നിങ്ങളെ ഇട്ട് തല്ലുന്നത്, വെറുതെ അല്ല തല്ലിട്ടുന്നത്. കിട്ടണം, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കടന്ന് ചിലയ്ക്ക് തന്നെ ചെലാന്ന് ചലിക്കുക. കെട്ടിയന്മാരെ അങ്ങോട്ട് പണിക്ക് അങ്ങോട്ട് പോയ 8-8:30 അങ്ങോട്ട് പോയ പിന്നെ പെണ്ണുങ്ങൾ അങ്ങോട്ട് നെറ്റ് അങ്ങോട്ട് ഓണാക്കി പറ്റുന്ന പോലത്തെ ഒക്കെ വീഡിയോസ് ഇടല്. അവളുമാര് കടന്ന് കളി കുറെ ഇത് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതാണ് ഈ ഫേസ് ക്രീമിനെ കുറിച്ച്, ഫേസ് വൈറ്റനിങ് ക്രീമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ ആരെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ, ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ റിപ്ലൈ, ഇവർക്ക് അതിനുള്ള ഐഡിയ ഉള്ളൂ ഇതിനെക്കുറിച്ചിട്ട്. മനസ്സിലായോ? അത് ഇവരുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പ്രൊഫൈലിനകത്ത് ഇവർക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഷാജിനെ പോലെ പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്തും നിങ്ങളുടെ വിസിബിലിറ്റി ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ നിങ്ങളെ നമ്മുടെ കമ്പനീൻ്റെ പാർട്ട്ണറാക്കാം. അത് ഫേസ് ക്രീം ആവാം, വണ്ടിക്കച്ചവടമാവാം, അത് വേണമെങ്കിൽ അച്ചാറാവാം, ദോശയാവാം, ഇഡ്ഡലി ആവാം, ഡ്രസ്സാവാം, എന്തും ആവാം, മൊബൈൽ ഫോൺ, എന്ത് കച്ചവടമാണെന്നുണ്ടെങ്കിലും
നിങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണോ, നിങ്ങൾ ഈ കമ്പനീൻ്റെ ഒരു പകുതി ഓണർ എന്നാ പിടിച്ചോ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്നാ പിടിച്ചോ, നിങ്ങളാകെ വേണ്ടത് നമുക്ക് വേണ്ടി വീഡിയോ ചെയ്ത് തരും. ഇവർ ഇതിൻ്റെ ലൈസൻസ് നോക്കില്ല, ഇതിൻ്റെ ഒരു കാര്യം നോക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ ഈ നോ സൈഡ് എഫക്റ്റ് നമുക്ക് ആരെങ്കിലും എഴുതി വെക്കൂടെ? ഇവിടെ R&D വെച്ച്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വെച്ച്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് പുറത്തിറക്കുന്ന ബ്യൂട്ടി കോസ്മെറ്റിക് പ്രൊഡക്ട്സിലടക്കം അവർ നോ സൈഡ് എഫക്ട്സ് എന്ന് എഴുതില്ല. അവരതിനിടയിൽ സ്റ്റാർ ഇട്ടിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത്ര റൂം ടെമ്പറേച്ചറിൽ ഇത് കീപ്പ് ചെയ്യണം, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഗർഭിണികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ ഇന്ന സ്കിന്നിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പാടും, അല്ലെങ്കിൽ സ്കിന്നിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അത് കുറച്ച് നിങ്ങളെ എവിടെയെങ്കിലും കയ്യിൻ്റെ അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം അവിടുന്ന് ഒരു ഇറിറ്റേഷൻ, ഒരു അലർജി, ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എഴുതിയെങ്കിലും വെക്കും അറ്റ്ലീസ്റ്റ്. അതൊന്നുമില്ല. ഇതിങ്ങോട്ട് അഴിച്ച് വിടുകയാണ്. എന്നാ പിടിച്ചോ ക്രീമും കൊണ്ടുപോയിക്കുക, എല്ലാവരും വെളുത്തിട്ട് മാറിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സ്കീമിലാണ് ഷാജിദ ഷാജീൻ്റെ സംഗതിയുള്ളൂ. ഞാൻ ഈ ഷാജിദ ഷാജീൻ്റെ സാധനം എടുത്ത് സത്യം പറഞ്ഞാൽ വെക്കേണ്ട റിയാസിൻ്റെ കാര്യം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഷാജിദ ഷാജീനെയും കൂടി പറയണം. കാരണം നേരത്തെ പറഞ്ഞ പോലെ റിയാസിനേക്കാൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റീച്ചായിട്ട് നിൽക്കുന്ന ഷാജിദ ഷാജി ആയതുകൊണ്ട് ഷാജിദ ഷാജീൻ്റെ പേജിൽ ഈ സംഗതി കാണുമ്പോൾ ഷാജിദ ഷാജീൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ ഇമ്പാക്റ്റ് മാറ്റി വെച്ച് ഈ ക്രീമിലേക്ക് പോകുന്ന ആളുകളുണ്ടാവും. എല്ലാവരും ശ്രദ്ധിക്കുക. ഓർഗാനിക്കായിട്ട് നമുക്കൊന്നും കിട്ടില്ല. ഇപ്പം ഞാനാണെങ്കിലും തലയിൽ ഹെയറിൽ കളർ അടിച്ചിട്ടുണ്ട്. പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് ചില ടൈമിൽ സംടൈംസ് ഞാനാണെങ്കിലും ഫേസിൽ എന്ത് യൂസ് ചെയ്യും, സൺസ്ക്രീൻ യൂസ് ചെയ്യും. പക്ഷെ അതിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. അല്ലാത്ത പക്ഷെ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യലില്ല. അങ്ങനെ നമ്മൾ എന്ത് യൂസ് ചെയ്താലും ഇപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഓക്കെ, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എല്ലാം യൂസ് ചെയ്യുന്ന സാധനത്തിലും അതിൻ്റേതായിട്ടുള്ളൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളുണ്ട്. പക്ഷെ മിനിമം ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല നല്ല ലൈക്ക് ബ്രാൻഡ് നന്നാവുമ്പോൾ സാധനം നന്നാവുന്നല്ല. ബട്ട് സ്റ്റിൽ കയ്യിൽ പോക്കറ്റിൽ പൈസ ഉള്ളതിനനുസരിച്ചിട്ട് അത്യാവശ്യം കൊള്ളാവുന്ന ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കാൻ നോക്കുക. എന്തൊക്കെ ഉപയോഗിച്ചാലും അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സും സാധനങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സിൽ കറുപ്പ് വെളുപ്പ് എന്നുള്ള സാധനം വെച്ചിട്ട് ആരും ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഷാജിദ ഷാജി ഈ പറഞ്ഞ പോലെ ലൈസൻസ് ഉണ്ടായിട്ട് വിൽക്കുകയാണോ, അല്ലെങ്കിൽ ഇത്രയും ഈ വൈറ്റനിങ് ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ ലൈക്ക് ഓക്കെ, നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ്, നിങ്ങളുടെ വ്ളോഗ് അല്ലെങ്കിൽ ആ ഗിമിക്കൊക്കെ ഒരു സൈഡിൽ പോട്ടെ. പക്ഷേ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൊസൈറ്റിയിലേക്ക് നിങ്ങൾ ഇത് ഡയറക്റ്റായിട്ട് എന്ത് കൊടുക്കുകയാണ്, റോങ് സാധനം ഇട്ട് കൊടുക്കുകയാണ്. മറ്റേ നിങ്ങളെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതിൽ റൈറ്റ് ഓർ റോങ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതിൽ ബാക്കിയുള്ളവർക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാം. പക്ഷെ ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അതെന്താണെങ്കിലും ചെയ്യാതിരിക്കാന്നേ പറയാൻ പറ്റൂ. ഇവരോടൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഷാജിദ ഷാജി അവിടെ നിൽക്കട്ടെ. റിയാസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. റിയാസിനെ കുറിച്ച് റീസെൻ്റ്ലി ഞാനൊരു പേജിൽ വന്ന ട്രോള് ശ്രദ്ധിച്ചപ്പോഴാണ് ഞാനിതിങ്ങനെ നോക്കുന്നത്. രാവിലെ ഹായ് ഗൈസ്, നമ്മൾ പുരോഗമന മനുഷ്യരിൽ ജെൻഡർ, നിറം, രൂപം അങ്ങനെ ഒരു വേർതിരിവില്ല, എല്ലാതും ഒന്നാണ്, മനുഷ്യരാണ്. റിയാസ് പറയാറുണ്ട്, ഇല്ലയെന്ന് പറയുന്നത്. അതിനിടെ കുറച്ച് സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ചിച്ച് ന്യൂട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജുമായിട്ട് സ്പോൺസേർഡ് കൊളാബായിട്ട് റിയാസ് സലീം ഇട്ടതാണ്. കമൻറ്റ് ഗ്ലോ ഫോർ ദ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനാണ്. രാത്രിയിൽ ഉണ്ടകളെ നീ ഈ സ്കിൻ മാറ്റി വെളുപ്പിച്ച് വെട്ടി തിളങ്ങണമെന്ന് ഗ്ലൂട്ടാതൈൻ ടാബ്ലറ്റ് ഉപയോഗിക്കുക. ഓക്കെ, അങ്ങനെ ഒരു ട്രോൾ ഞാൻ കണ്ടു, ഒരു മീം പോലത്തെ ഒരു ട്രോൾ ഞാൻ കണ്ടു. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാസ് ചെയ്ത ഒരു പ്രൊമോഷൻ. ഷാജിദ ഷാജി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാജിദ ഷാജീനെ അന്തല്ലാത്ത കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് കൂട്ടാം. പക്ഷെ റിയാസിനൊന്നും അങ്ങനെയല്ല. റിയാസിൻ്റെ ഗ്ലോ ഫോർ ദ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഹാർട്ടും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. യൂസ് ദ കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞ റിയാസിൻ്റെ കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ആണ്, ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ആദ്യം അതിനകത്ത് കുറേ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. But what I am hooked on to is this glutathione tablet from Chic Nutrix, and it's more of a nutraceutical or dietary supplement, and I'm straight up addicted to this. I think I was born with damaged skin. What I was trying to say is that I think I was born with generational skin issues probably, and my skin has transformed in the last couple of years. Glutathione is definitely one of the major reasons, and my favorite was Chic Nutrix Glow Glutathione tablets, and it comes in this effervescent tablet forms. Okay, that's the sound of trauma leaving.
It tastes good, it works even better. This is the Japanese glutathione, which is the mother of all antioxidants. It fights free radical damage, reduces pigmentation, fade dark spots, and helps to even out your skin tone. Vitamin C in it will help your body to absorb the glutathione better. Get your Chic Nutrix Glow from their website or from Nykaa, Amazon, Flipkart, or even from Blinkit. Thank me later. Cheers. Comment glow for the link. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ റിയാസ് സലീമിൻ്റെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോനകത്ത് ഇപ്പോൾ നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ടാവും, ഗ്ലൂട്ടാതയോൺ അല്ലേ, ഗ്ലൂട്ടാതയോൺ എന്താണ് ഇഷ്യൂ, അതിവിടെ പല പ്രമുഖ ബ്രാൻഡുകളും ഇറക്കുന്നതല്ലേ, സംഗതികളൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷെ റിയാസ് സലീം എപ്പോഴും ഞാൻ സംസാരിച്ച് കേട്ടിട്ടുള്ളതും പറയുന്നത് കേട്ടിട്ടുള്ളതും, എന്തിനാണ് ഉള്ളതിൽ ഭയങ്കര സന്തോഷം അത് കണ്ടെത്തുക. എൻ്റെ സ്കിൻ ഇങ്ങനെയാണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി ദെയർ, അല്ലെങ്കിൽ അതിനെ കെയർ ചെയ്യുക. നിങ്ങൾ എന്തിനാണ് ഈ എക്സ്ട്രാ ഫെയർനെസ്, എക്സ്ട്രാ ഗ്ലോ, ആ സാധനങ്ങൾക്ക് എന്തിനു പോകുന്നു? ഓൾ ആർ ഹ്യൂമൻ എന്നൊക്കെ പറയുന്നൊരു കാറ്റഗറിയിലുള്ള മനുഷ്യനാണ്. ആൻഡ് ഗ്ലൂട്ടാതയോൺ ഈ പറഞ്ഞ എന്താ പറയുക, സ്കിൻ വൈറ്റനിങ്ങിനുള്ള ഒരു സംഗതി, മെലാനിൻ്റെ അളവ് കുറച്ചിട്ട് സ്കിന്നൊന്നും കൂടി വൈറ്റൻ ചെയ്യാൻ ഗ്ലൂട്ടാതയോണിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു ആസ്പെക്റ്റ് മാത്രമല്ല, ഗ്ലൂട്ടാതയോണിന് ആൻറ്റി ഓക്സിഡൻറ്റ് ആയിട്ടുള്ള കുറേ കുറേ തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ള രീതിക്കാണ് മൊത്തത്തിൽ മാർക്കറ്റിൽ ഈ സാധനം വന്നു പോകുന്നത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു റിയാസ് സലീം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാജിനെ അന്തം വിട്ടിട്ടുള്ള പരിപാടി പോലെ അല്ല ഈ റിയാസ് സലീം ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ. അതാ കറക്റ്റായിട്ട് റോള് പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങൾ ചില ആളുകൾ ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് തോന്നുവിടെ. കാരണം എന്താ പറയുക, റിയാസ് സലീം എപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, കാരണം റിയാസ് സലീം ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് ആ ഒരു ഗ്ലൂട്ടാതയോണിൻ്റെ ടാബ്ലറ്റ് എടുത്തിട്ട് ഗ്ലാസ്സിലിട്ടതിന് ശേഷം അടിക്കുന്ന ഡയലോഗ് എന്താ പറയുക, ഇതിൻ്റെ സൗണ്ട്, അതായത് ആ ഇങ്ങനെ സാധനം ഗുൽഗുൽഗുൽ പറഞ്ഞിട്ട് ഇങ്ങോട്ട് അതിൽ വെള്ളത്തിൽ അലിയുന്ന ഒരു സാധനം കേട്ടപ്പോൾ ട്രോമ ലീവിങ് എന്നാണ് പറഞ്ഞത്. ഈ ട്രോമ ലീവിങ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചറിഞ്ഞൂടെ? അപ്പോൾ എന്ത് ട്രോമയാണ് റിയാസ് സലീമിൻ്റെ തലയ്ക്കകത്ത് കിടക്കുന്നത്? അപ്പോൾ ദിസ് ഈസ് വാട്ട് ലൈക്ക്, എനിക്ക് എപ്പോഴും രാത്രിയും പകലും വ്യത്യാസം തോന്നിയിട്ടില്ല പല സാഹചര്യങ്ങളും റിയാസ് സലീമിൻ്റെ. പക്ഷേ ഷാജിൻ്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് എന്തും ആവാമെന്നുള്ളൊരു നിലയ്ക്കാണ്. പക്ഷേ ഇതൊരു സൈഡിൽ ഭയങ്കര പുരോഗമനവാദം ബാക്കി പരിപാടിയും ചെയ്തിട്ട് ഇങ്ങനത്തെ ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്നുള്ള ഒരു വേർഷനൊക്കെ ചിലപ്പോൾ ഇനി പറയുമായിരിക്കും. ലെറ്റ് ഇറ്റ് ബി, ബട്ട് സ്റ്റിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ദ ഗ്ലോ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, വൈറ്റനിങ്ങിനുള്ള ഒരു ലീഗലൈസ്ഡ് ഗ്ലോയിങ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സാധനം ചെയ്യുന്നതല്ലേ. ഇത് റിയാസ് സലീം വന്നിരുന്നു. ഇപ്പോൾ റിയാസ് സലീമിൻ്റെ പല ഇൻ്റർവ്യൂസും ഞാൻ ജിഞ്ചർ മീഡിയയിൽ എനിക്കൊന്ന് ഈ കൊല്ലം തന്നെയാണ് റിയാസ് സലീം കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിനകത്ത് ദ സെയിം തിങ് എഗെയിൻ പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ ഇരിക്കുക, ഈ സ്കിന്നിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ റിയാസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. But I just started working with few Indian brands, not Kerala brands. Indian brands. Because they are people who celebrate who you are. But Kerala is not the people in Kerala. So I thought they will change. ഇവിടെ കൂടുതലും പല ക്യാമ്പയിൻസ് നടത്താൻ വേണ്ടി എല്ലാ ഒത്തന്റിക് ആയിട്ടുള്ള മനുഷ്യരും ഇൻവോൾവ് ചെയ്യുന്നത് പോലും there are brands who literally told, ഞാൻ പേരെടുത്ത് പറഞ്ഞാലും I don't give a damn again. There are brands നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കേരള ബ്രാൻഡ്സ് ലിറ്ററലി ടോൾഡ് മൈ മാനേജർ when I had a manager that we don't want to work with Riyaz because Riyaz talk about these topic. Why do you care if me talk about equality or I am talking because of my empathy, because of the people I care about? Why do you care? ഈ ജെൻഡർ ആണെങ്കിലും നമ്മളെല്ലാം എന്തിനാണ് ബ്ലാക്കും വൈറ്റും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്? There are grey. എന്തുകൊണ്ട് അതിനെ കുറിച്ചിട്ട് like why everything has to be one another? ഇപ്പൊ ഒരു who are you? Again, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. If you can't understand, just shut the fuck up and live your life. Why you have to make comments about my life or somebody else's life and hurt them? If you don't understand something, just shut up. People who are saying ഇപ്പോ ഒരു ഫീമെയിലിൽ അവരുടെ ഫെമിനിറ്റി എത്രയായിരിക്കണം, ഒരു പുരുഷനിൽ അവരുടെ മാസ്കുലിനിറ്റി എത്രയായിരിക്കണം, ഫെമിനിറ്റി എത്രയായിരിക്കണം നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. അക്കോർഡിംഗ് ടു യുവർ ടേംസ്, ഇപ്പൊ അപർണന്റെ ടേംസിൽ യു ആർ എ വുമൻ ആൻഡ് യു ഹാവ് എ ഡിഗ്രി ഓഫ് ഫെമിനിറ്റി ആൻഡ് യു മൈറ്റ് ഹാവ് എ ഡിഗ്രി ഓഫ് മാസ്കുലിനിറ്റി ആസ് വെൽ. അത് അപർണയ്ക്ക് എത്ര കംഫർട്ടബിൾ ആണോ അതിൽ അപർണ ജീവിച്ചോളൂ. സെയിം വേ, ഇഫ് ഐ എം എ മാൻ, ഇഫ് ഐ എം സോ കംഫർട്ടബിൾ വിത്ത് മൈ സ്കിൻ, ഐ എം സോ ഗുഡ് അറ്റ് embracing my feminine side, I love that. I'm doing it. I'm not coming and questioning. നിങ്ങളുടെ എത്ര ഫെമിനിറ്റി മസ്കുലിനിറ്റിയും എംബ്രേസ് ചെയ്യുന്നുണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരത്തില്ല. സോ ലെറ്റ് പീപ്പിൾ ലിവ്. എന്നവർക്ക് എങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കാൻ പറ്റൂടെ?
ആളുകളെ എങ്ങനെ വേണം ജീവിക്കാൻ അവരങ്ങനെ വിട്ടൂടെ, എന്തിന് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ എന്തിനത് ചെയ്യണം എന്നൊക്കെ പറയുന്ന റിയാസ് തന്നെയാണ് ആളുകളുടെ ജീവിതത്തേക്ക് കമൻറ്റ് ഗ്ലോ എന്ന് പറഞ്ഞ സാധനം ഇട്ട് കൊടുക്കുകയാണ്. എടേ അവരെങ്ങനെയോ ജീവിച്ചോട്ടെ, നിങ്ങൾ തന്നെ പറയുന്നു അവരുടെ ഫെമിനിൻ ആസ്പെക്റ്റ് എത്ര, അവരുടെ മാസ്കുലിനിറ്റി എത്ര, ഒരു മനുഷ്യൻ്റെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിൻ്റെ അളവുകോൽ എന്തിനാ അളക്കണം, നിറത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഫെമിനിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാസ്കുലിനിറ്റി ആണെങ്കിലും എന്തിനാ അത് അളക്കണം, അളവുകോൽ എന്തിനാ ആളുകൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചു. ലെറ്റ് എവ്രി വൺ ലീവ്, അവരവരുടെ ഇഷ്ടത്തിൽ ജീവിക്കട്ടെ, അവർക്ക് തോന്നിയ പോലെ ജീവിക്കട്ടെ, അവർക്ക് ഉള്ളതും വെച്ച് ജീവിക്കട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഇടയ്ക്ക് എന്തിനാ പിന്നെ ഈ ഗ്ലോ എന്ന് പറഞ്ഞ സാധനമൊക്കെ എടുത്തിടാൻ നിൽക്കുന്നത്? ഗ്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെ കമ്പനിയുടെ പ്രൊമോഷനാണ്, സമ്മതിച്ചു. പക്ഷെ അങ്ങനത്തെ കമ്പനിയുടെ പ്രൊമോഷൻ നിങ്ങൾ ഇടുമ്പോൾ കൊള്ളാടെ എന്താണ് എനിക്കെന്തോ ഭയങ്കര വിയേർഡായിട്ട് തോന്നി. കാരണം ചില കാര്യങ്ങളൊക്കെ റിയാസ് പറയുമ്പോൾ കൊള്ളാം, ചില കാര്യങ്ങളൊക്കെ റിയാസ് പറയുമ്പോൾ എന്തായി ഇങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? അങ്ങനെ എനിക്ക് അങ്ങനെ ചിലതൊക്കെ തോന്നിയിട്ടുള്ളത്. ഇവൻ എന്താണ് ഇങ്ങനെ പറയണേ, ഇവനതല്ലല്ലോ എപ്പോഴും പറയാറ്, ഇവൻ എന്താ ഈ കാര്യം വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ പ്രമോഷനൊക്കെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെയാണ്, മനസ്സിലായോ? ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത്. അതായത് ഷാജിക്ക് ആരോ ഈ പാർട്ട്ണറാക്കാന്ന് പറഞ്ഞ് പ്രൊമോഷൻ പോലത്തെ ഒരു സാധനം കൊടുത്തു, ഷാജി ഇതിന്ന് പ്രൊമോട്ട് ചെയ്യുന്നു. ഈവൻ ഇത്രയൊക്കെ സംസാരിക്കുന്ന മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ നിറത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും മനുഷ്യത്വത്തിന് വേണ്ടി മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന റിയാസ് സലീമും പ്രമോഷൻ കിട്ടുന്ന വഴിക്ക് പ്രമോഷൻ, മനസ്സിലായോ? ഈ ഒരു എൻറ്റയർ ഇൻ്റർവ്യൂവിൽ റിയാസ് സലീം പറയുന്നുണ്ട് നെഗറ്റിവിറ്റി വരുമ്പോൾ പ്രമോഷൻ കുറയുമ്പോൾ പ്രൊഡക്ട്സ് വരാതെയാവും, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത്. എല്ലാവർക്കും ബേസിക്കലി അരി തന്നെ മുക്കിയടി, അരി വേണം. അപ്പോൾ അരി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ഇപ്പോൾ എന്താണോ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ആ ചൂഷണം ചെയ്യപ്പെടുന്ന സാധനത്തിന് കുറച്ചും കൂടി നമ്മളൊക്കെ കുറച്ചും കൂടി ചൂഷണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അതാണ് സ്കീം. അല്ല പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലാതെ അതിൽ എത്തിക്സ് ഉള്ള പ്രൊമോഷനൊക്കെ ഇപ്പോൾ കാണാൻ വളരെ കുറവാണ്, കാണാൻ കിട്ടുന്നില്ല. അയ്യോ. അപ്പോൾ ഒരു സൈഡിൽ ഷാജി പിന്നെ ഒരു സൈഡിൽ റിയാസ് സലീമിനെ കണ്ടപ്പോഴാണ് പറയാൻ തോന്നിയത് മക്കളെ.